രാത്രി ഒരുപാട് നേരം ഞങ്ങൾ എല്ലാവരുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് താമസിച്ചാണ് ഗൈസ് കിടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണ്ണീറ്റപ്പോൾ വൈകിട്ടുണ്ടായിരുന്നു. ബ്രഷ് ചെയ്ത ഉടനെ തന്നെ ഇവള് ചോക്ലേറ്റ് ആണ് കഴിക്കുന്നത്. ഞാനും നന്ദു സിൻറ്റും കൂടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മഞ്ജിമ ചേച്ചി വാഷ്റൂമിൽ പോയി ഫ്രഷ് ആകാൻ പോയിക്കാണ് ഗൈസ്. ഞങ്ങൾ സമയമൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. രാവിലെ തന്നെ ചേച്ചി ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്, വ്ളോഗിങ്ങിലാണ്. കുറച്ച് കഴിഞ്ഞ് കാണാതെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് സ്വപ്നക്കൂട് കാണുന്നത് ഗൈസ്. അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായി. ഞങ്ങളുടെ ഫുഡ് എല്ലാം വിളമ്പുവാണ്. ഇന്ന് നമുക്ക് രാവിലെ അപ്പവും ചിക്കൻ കറി ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫുഡ് തന്നെയാണ് ഗൈസ്. നമ്മുടെ നളിനിയമ്മയും ജ്യോതിയമ്മയും കൂടെ നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് വേണ്ടി ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേരോട് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾ ഇതുപോലെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി ഒന്നിച്ച് കൂടാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നന്ദുവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ റെയിൽവേ ട്രാക്ക് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. തൊട്ട് ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് ട്രെയിൻ പോകുന്നത് ഗൈസ്. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കുറച്ചു നേരം ഞങ്ങൾ RDX ഫിലിമൊക്കെ കണ്ടിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചാണോ ഇരുന്നത്? അല്ല ഗൈസ്, ഞാനും സിൻറ്റും കൂടെ ആണ് കുറച്ചു നേരം ഇരുന്നത്. അവരവിടെ എന്തൊക്കെയോ പണികളിലായിരുന്നു. ഞാൻ ഇവിടെ സിനിമയും കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നളിനിയമ്മ അമ്പലത്തിൽ കൊടുക്കാനുള്ള മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അത് കെട്ടുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സിൻറ്റു അവിടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ള ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഗൈസ്, സാലഡ് ഉണ്ടാക്കുന്നതാണ്. സിൻറ്റു മാത്രമല്ല, നമ്മുടെ നന്ദു ഉണ്ട്. ഇവർ ഞങ്ങളെ പണിയെടുക്കാൻ അനുവദിക്കുന്നില്ല ഗൈസ്. ഞങ്ങളുടെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ചളിയടികൾ ഇവിടെ നടക്കുന്നുണ്ട് ഗൈസ്. സ്കെയിൽ വെച്ച് അളന്നത് പോലാണ് നമ്മുടെ സിൻറ്റു ക്യാറ്റൊക്കെ മുറിച്ചിടുന്നത്. സിൻറ്റു മാത്രമല്ല ഗൈസ്, നന്ദു അതിന്റെ കൂടെ ഉണ്ട്. രണ്ടുപേരുടെയും പണികൾ ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. അപ്പോഴാണ് നോക്കിയപ്പോൾ നന്ദു ഇവിടെ നിന്ന് കരയുന്നത് ഗൈസ്. വേറെ ഒന്നുമല്ല, സവാള അരിഞ്ഞതിന്റെ കണ്ണീരാണ് ഗൈസ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് പാട്ടും മേളവും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കുളത്തിലല്ലാത്തതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്യുന്നില്ല ഗൈസ്. അപ്പം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു. മീൻകറിയും തോരനും മോരുകറിയും സാലഡും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഊണായിരുന്നു. അപ്പൊ ഇത് ഫുഡും കഴിച്ചാണ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.